മഹാനായ മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി ആ ചരിത്രത്തെ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത് കാണാൻ കഴിയും. അവരുടെ വരികൾ ഇങ്ങനെ വായിക്കാവുന്നതാണ്. വാറുകൾ താരിത്ത് വേന്തർ ചേരമാനുളർന്നേ വണ്ട് ചേവിന്ത പൂവാസം ചേർത്തണൈ പോൽ ചേർന്നേ. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ ആശയത്തിന്റെ ആ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട, ഹബീബരായ തങ്ങളൊന്ന് കാണാൻ വേണ്ടി വെമ്പൽ കൊണ്ട രാജാവിന്റെ യാത്രയാണ് അവിടുന്ന് വർണ്ണിക്കുന്നത്. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വണ്ട് പൂവിലേക്ക് അടുക്കുന്നത് പോലെ ഹബീബരായ തങ്ങളിലേക്ക് സ്നേഹം പ്രതീക്ഷിച്ച് അവിടുത്തെ സുന്ദരമായ ആശയത്തിന്റെ സൗകുമാര്യത ആസ്വദിക്കാൻ വേണ്ടി കടന്നുപോയ സംഭവത്തെയാണ് അവിടുത്തെ വരികളിലൂടെ നമ്മ ഉണർത്തുന്നത്. ചീർക്കടാക്ഷ കോൾമലർ ചന്താമരപാദത്തിൽ ചമ്മതിക്കിരീകിടം ഏടുത്ത് സീറൈ താഴ്ത്തി. അവിടുത്തെ രാജകീയ പ്രൗഢിയുള്ള ആ രാജകീയ കിരീടമെടുത്തുകൊണ്ട് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ശിരസ് കുനിച്ച് ഹബീബരായ തങ്ങൾക്ക് മുന്നിൽ വിനയം കാണിച്ച സംഭവത്തെ മോയിൻകുട്ടി വൈദ്യർ വളരെ മനോഹരമായി വരച്ചു കാണിച്ചു തന്നു. എങ്കിൽ ഈ ചരിത്രത്തെ ചരിത്രകാരന്മാർ വളച്ചുകെട്ടില്ലാതെ പരിചയപ്പെടുത്തിയെങ്കിൽ ചേരമാൻ പെരുമാൾ വഫാത്താകുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി അവിടുത്തെ കൂടെ യാത്ര ചെയ്യുന്ന മാലിക് ബിൻ ദിനാറും മാലിക് ബിൻ ഹബീബും അടങ്ങുന്ന സംഘത്തിന് പരിശുദ്ധമായ ദീനിന്റെ പ്രചരണവുമായിട്ട് മലബാറിന്റെ മണ്ണിൽ കടന്നു വരുമ്പോൾ ഈ മണ്ണിൽ അവർക്ക് സ്വീകരണവും അവർക്ക് വേണ്ട പരിഗണനയും ലഭിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലെ രാജാവിന് കത്തെഴുതുകയും അവരെ സ്വീകരിക്കണമെന്നുള്ള പ്രത്യേകമായ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുകയും മലബാറിന്റെ മണ്ണിൽ അവരെത്തി ധാരാളം